അറിയില്ലല്ലോ. നീ നിനക്ക് എത്രത്തോളം ശ്രദ്ധ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. ഒരു വീടൊക്കെ നോക്കി നടത്താനുള്ള ശേഷി ഉണ്ടെന്ന് അറിയണ്ടല്ലേ? ഇവിടെ ഇപ്പൊ ഇങ്ങനെ വാതിലൊക്കെ തുറന്നിട്ട വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് ചേച്ചിയൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് ഒരു വീടൊക്കെ ആവുമ്പോഴേ ഇങ്ങനെ തുറത്ത് മലത്തിയിട്ട എല്ലാവരും എടുത്തോണ്ട് പോവല്ല. ചായ വേണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ മേരി ചേച്ചി വീടിന്റെ പണിയൊക്കെ എന്തായി? അത് കഴിയാറായല്ലോ. 2 മാസത്തിനുള്ളിൽ പരവാസത്തിൽ ഉണ്ടാവുന്ന പറഞ്ഞേ. ഓ ഇന്നലെ ആയിട്ടായിരുന്നു വാർക്ക. അതൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. 5 ലക്ഷം കിട്ടിയിട്ടുണ്ടാവൂലേ? അതറിയില്ല. അതിങ്ങനെ ഗഡുക്കളായിട്ടില്ല കൊടുക്കുന്നല്ലേ? അതെ. ഇനിയിപ്പോ വാതിൽ വെക്കലും കൂടി കഴിഞ്ഞാലേ ലാസ്റ്റ് കെടും കൊടുക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ ഈ വേറെ ആരെങ്കിലും കിട്ടിയാടി? ആരന്വേഷിക്കാൻ പോണതൊക്കെ നമുക്ക് എന്തായാലും അതിനുള്ള കഴിവില്ല. പിന്നെ നിനക്കൊന്ന് അപേക്ഷിച്ചൂടെ? ഞാനതൊക്കെ അപ്പോഴേ മനസ്സിൽ നിന്ന് വിട്ടു. 5 സെന്റ് സ്ഥലം വേണ്ടേ? അത് 5 സെന്റ് സ്ഥലമില്ലാത്ത പ്രശ്നം അല്ലേ? കൂടുതലൊക്കെ അഭിനയിച്ച് മറിക്കണ്ട, കാര്യങ്ങൾ പറഞ്ഞാൽ തീർന്നല്ലേ. എന്നാ നീ വിഷമിക്കണ്ട. 5 സെന്റ് സ്ഥലം അമ്മാമ എഴുതി തരാ നിനക്ക്. കനക അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിട്ട് ശരിയാ. എന്തിനാണ് ക്ലീറ്റോ വിളിച്ചത്? സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നിട്ട് അല്ല, ക്ലീറ്റോനോട് പറയണല്ലോ. ക്ലീറ്റോനോട് പറയണം. പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, നമുക്ക് ഞാനൊരു പൊതുപ്രവർത്തകനാണ്, എനിക്ക് കാർ പോർച്ച് വേണം, ഔട്ട് ഹൗസ് വേണം, 1200 സ്ക്വയർ ഫീറ്റ് കുറയാതൊരു വീട് വേണം, AC വെക്കണം. ആളെ കാണാൻ വലിയൊരു കുറച്ചിലല്ലേ? ആകെ നമുക്കുള്ള സ്ഥലമോ 5 സെന്റ്. അതില് പഞ്ചായത്തിന്റെ നിയമമോ 600 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല. 5 ലക്ഷം രൂപയാണ് തരുന്നത്. അല്ല, 600 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 2 മുറി ഉണ്ടാവൂലേ? 2 മുറി, ഒരു ഹാള്, അടുക്കള എല്ലാം. പിന്നെ അത്യാവശ്യം ഒരു കുടുംബം, ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ജീവിക്കും. നിന്റെ മനസ്സിലുള്ള വീട് എങ്ങനെയാണ്? എന്റെ മനസ്സിൽ എനിക്കൊരു അടുക്കളയും 2 മുറിയും മാത്രം മതിയല്ലോ. ഓടിട്ടൊരു വീട് മതി. ഓടല്ല, അവര് തരുമ്പോ ഓട് വരക്കില്ല കേട്ടാ, വാർത്ത തരുപടി. അല്ലെ പിന്നെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഓട് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഉണ്ടല്ലേ, ചോർന്ന് വിളിച്ചിട്ട് അവൻ മാറ്റിയാ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് വാർത്ത. പിന്നെ ക്ലീറ്റസിനെ അറിയിച്ചാൽ പറയും, സ്വന്തമായിട്ട് എന്റെ തങ്കത്തിന്റെ പേരിൽ 5 സെന്റ് സ്ഥലം എന്ന് അറിഞ്ഞാൽ ആധാരം കൊണ്ടുവച്ചിട്ട് വരാവോ, കാശടിച്ചു പറ്റും. ഈ കിട്ടുന്ന പൈസ ഈ ഗഡുക്കളായിട്ടാണ് കിട്ടുന്നത്. ആദ്യം കിട്ടുന്ന പൈസ ഞാൻ എടുത്തിട്ട് തറക്കല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പൈസ വീടിന് വേണ്ടി ചെലവാക്കൂല, എടുത്തിട്ട് പോകും. രാഷ്ട്രീയക്കാരനാ, ബുദ്ധി ഉപയോഗിച്ച് കാശ് തുടങ്ങിയിട്ട് വീടും ഉണ്ടാവില്ല, സ്ഥലം ഉണ്ടാവില്ല, കാശും കൊണ്ടാവുമ്പോ. നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്ന വെച്ചാല് അമ്മാവന്റെ മറ്റേ ചീരത്തോട്ടമില്ലേ, അതിന്റെ സൈഡിലായിട്ടാണ് ഈ സ്ഥലം തരാൻ പോകുന്നത്. അപ്പൊ ഒരു ഗുണം വെച്ചാൽ ഈ പറഞ്ഞ അമ്മാവന, എനിക്ക് നീ എന്റെ തോട്ടമൊക്കെ നോക്കാൻ അവിടെ ഒരാളുമായി, എനിക്കിപ്പോ എന്നൊന്നും പോയി നോക്കേണ്ട ആവശ്യമില്ല. അല്ലെ വേലൊക്കെ വരുന്ന സമയത്ത് കഞ്ഞി കുടിക്കാൻ അങ്ങ് പോകണ്ടല്ലോ, അവിടുത്തെ കഞ്ഞി കുടിച്ച് നിൽക്കാമല്ലോ. നിനക്കാകുമ്പോ ഒരു ഇറങ്ങി നടക്കാനും ഒരു സ്ഥലം, നല്ല വായു ഒക്കെ ഉള്ള സ്ഥലം. നമ്മൾ പോയിട്ടില്ല അവിടെ, ഓർമ്മയില്ല എനിക്ക്, നല്ല സ്ഥലമല്ലേ അത്. അപ്പൊ അവിടെ നമ്മൾ അന്തസ്സായിട്ട് വീട് വെച്ച് താക്കോൽ ഇതിന്റെ കൈ തരുന്ന സമയത്ത് ക്ലീറ്റൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് അവതരിപ്പിക്കും. അതിന്റെ മുമ്പ് അവതരിപ്പിക്കണ്ട, തുടങ്ങി. അപ്പൊ എല്ലാം ഭർത്താവിനോട് പറയുന്ന ആളാണെന്ന് അറിയാം. ഇത് മാത്രം തൽക്കാലത്തേക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിട്ട്. അപ്പോഴേ ഇനിയിപ്പൊ പറയാതിരുന്നാല് പണി കഴിഞ്ഞ് കഴിയുമ്പോ ക്ലീറ്റോടെ ഒന്ന് താമസിച്ചില്ലെങ്കിലോ? ഇവിടെ പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. അവനെല്ലാം തങ്കല്ലേ, തങ്കുള്ളടത്തേക്ക് അവൻ പിന്നാലെ വരില്ലേ? ഒരു കുഴപ്പമില്ലേ? അല്ലേ തന്നെ അവ ഈ കാണിക്കുന്നതൊക്കെ വെറുതെ അല്ലേ? പിന്നെ നമുക്ക് ഇടംചെറുപ്പിടുമ്പോ നമുക്ക് ഈ പറഞ്ഞ ഇപ്പൊ അമ്മാവൻ നല്ല മനസ്സോട് തന്നേക്കാണ്. ഈ അമ്മാവന്റെ മനസ്സ് മടുപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കണ്ട എത്രയും പെട്ടെന്ന്. ഞാൻ അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ ഓന്തമ്മാവനൊന്നല്ല, എനിക്ക് മനസ്സൊന്നും മാറില്ല. ഒരു കാര്യം തീരുമാനം നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കുന്നതാണ് ഞങ്ങളുടെ അമ്മാവനെന്ന് ഇന്ന് ഈ എന്താ പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം. അതെ, ഇനിയിപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ 2 ആളും കുട്ടിയൊക്കെ ആയിട്ട് സുഖമായി താമസിക്കുമ്പോൾ കാശും പണമൊക്കെ വന്ന് അവനൊരു MLA ആവുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ ചേർത്ത് ഈ വീട് വലുതാക്കാൻ പറ്റും. ഇപ്പം എങ്ങനെ പോട്ടെ, തൽക്കാലത്തേക്ക് നമുക്ക് സ്വന്തം നിന്റെ പേരിൽ. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ പോകണം. ഞാൻ ആദ്യം പോയിട്ട് ഈ സ്ഥലം മാറ്റുള്ള പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് നമുക്കൊരു ദിവസമാണ് പോകാം. അതുകൊണ്ട് ഞാൻ അമ്പിളിക്കുട്ടിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനും വളരെ ഉത്സാഹത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന്, കാരണം അവിടെ സ്വാധീനമുള്ള ഒരാൾ വേണോടി, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. പിന്നെ അവിടുത്തെ മിണ്ടിയിട്ടില്ല, പറയണ്ട. നിങ്ങൾ കുറച്ച് ദിവസത്ത് മിണ്ടായിരിക്കൂ. അതെ, ഇപ്പൊ ഇയാളുടെ ഭാര്യ അറിയണ്ട, എന്റെ ഭർത്താവ് അറിയണ്ട, ആങ്ങളും പെങ്ങളും മാമിയും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ മാത്രം അറിഞ്ഞാൽ. വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് ബാങ്കിൽ പോകണമെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിയാൽ ഇറങ്ങണ സമയമാകുമ്പോൾ ബാങ്കിൽ നടക്കട്ടെ, കാര്യം നടക്കട്ടെ. എന്നെക്കൊണ്ട് പാടാണോ?
ഒന്നുമില്ല. ശരിയാ, എല്ലാം ശരിയാ. മെഡിക്കേറ്റ് കേട്ടാ. എന്തതിന് കാണാത്തത്? എന്തായാലും ചേട്ടാ കുറെ നേരമല്ലേ ഇവിടെ നിൽക്കുന്നത്? ഞാനേ ചേച്ചിയുടെ മോളെ തങ്കവും കനകനും കൂടിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് വരെ ഒന്ന് പോവാനേ. ഇപ്പൊ എന്താ ഈ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ വീട് വെക്കാൻ 4 ലക്ഷം ഉറുപ്പ്യ കൊടുക്കേണ്ടി വരും. പെങ്ങളുടെ കുട്ടിയല്ലേ ഞാൻ. എന്ത് എനിക്ക് ഒരുപാട് സ്വത്തുണ്ടല്ലോ. ഒരു 5 സെന്റ് സ്ഥലം ഞാൻ തങ്കത്തിന്റെ പേർക്കാണ്ട് എഴുതി കൊടുത്തു. അത് നല്ലതല്ലേ, തങ്കത്തിന്റെ ഭാഗ്യല്ലേ. ആ അവൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചായിട്ട് ജീവിക്കട്ടെന്നേ. പിന്നെ അമ്മാവനാണ് ആള്. ഓരോന്ന് പറഞ്ഞു നിൽക്കും. എന്താണ് എത്ര നേരം? ഇടുവാ. ഇത് എത്ര നേരമായി? ഇത് 9 മണിക്ക് വരാൻ പറഞ്ഞല്ലോ. ഇപ്പൊ സമയം എത്രയായി? അല്ല, ഇത് ഈ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാനായിട്ട് പോയിരുന്നുണ്ട്. ഫോട്ടോ സ്റ്റാറ്റ് അതിന്റെ പഞ്ചായത്തിന്റെ മുമ്പിലല്ലേ, അവിടെ നിന്ന് എടുത്താൽ മതിയായിരുന്നില്ലേ? ആകെ അതിന്റെ ചെലവല്ലേ ഉള്ളൂ. വെറുതെ ഒരു 5 സെന്റ് സ്ഥലം അങ്ങോട്ട് തരാൻ നന്നായിക്കോട്ടെ എന്ന് വെക്കുമ്പോ അപ്പോഴും ഇല്ല ഒരു ഉത്തരവാദിത്വം. ഒരു മിനിറ്റ്. എന്താ കേശവാ? അന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വൈകുന്നേരം വരെ ഒഴിവില്ലാന്ന്. പഞ്ചായത്തിലൊന്ന് പോണം. ചേച്ചിയുടെ മോള് തങ്കത്തിനേ 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 5 ലക്ഷം ഉറുപ്പ്യ കിട്ടും ഇത്ര വീട് വെക്കാൻ. അപ്പൊ എന്റെ സ്ഥലത്തുനിന്ന് ഒരു 5 സെന്റ് സ്ഥലം ഞാൻ അവൾക്ക് വെറുതെ അങ്ങോട്ട് എഴുതി കൊടുത്തു. ആടാ അവള് വീട് വെച്ച് നന്നായിക്കോട്ടെ. നമുക്ക് എന്താ സമയമായി. ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കില്ലേ? അല്ല ഇവിടെ പറഞ്ഞ ഞാൻ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം. എന്നിട്ട് വൈകുന്നേരം കാണാം. ശരി, പോവാ. അതല്ലേ പറഞ്ഞത്, ഫോൺ ചെയ്യാനുള്ള സമയം കളയണ. പോവാൻ നമുക്ക്. എങ്ങനെ നടക്കണ ഒരു ഓട്ടോ വിളിക്ക്. അതിന്റെ ചെലവല്ലേ നടക്കുള്ളൂ. സ്ഥലം ഞാനല്ലേ കൊടുത്ത്. വാ, ഇവിടെ നിർത്തിയാ ഞങ്ങൾ ഇറക്കണ്ട. വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. കാരണം ഇത് എപ്പോഴാണ് ശരിയാവാന്ന് അറിയില്ല. സെക്രട്ടറി കാണാൻ വന്നതാണേ. ഇപ്പൊ വീട് വെക്കാൻ 5 ലക്ഷം ഉറുപ്പ്യ കൊടുക്കുന്നുണ്ട് ഇത്രേ. സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്കേ. ഇതിന്റെ പെങ്ങളുടെ മോളാ. ഇവൾക്ക് സ്ഥലമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. അതിന് ഒരു 5 സെന്റ് സ്ഥലം ഞാൻ ഇവൾക്ക് വെറുതെ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഇനിയിപ്പോ 5 ലക്ഷം കെട്ടി വീട് വെക്കുകയാണെങ്കിൽ വെച്ചോട്ടെ. ശരി, അപ്പൊ അതിനെ വന്നതാട്ടോ. ശരി ശരി. കാര്യം ചോദിച്ചില്ലല്ലോ, പുള്ളിക്കാരൻ ചോദിച്ചില്ലല്ലോ. അതിനിപ്പോ പറഞ്ഞോണ്ടെന്താ? ഞള്ള കാര്യമല്ലേ പറഞ്ഞു. ഞാൻ 5 സെന്റല്ലേ കൊടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇയാളോട് ഞാൻ 50 സെന്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല പറയാ. അപ്പൊ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാ എന്താ? അമ്മ പറഞ്ഞു. ഇങ്ങോട്ട് വേഗം വാ. പിന്നെ എങ്ങനെ വേഗം നടക്കണ്ട? അവരുണ്ടാവും നോക്കാം. അല്ല, അവൻ വരട്ടെ. നമ്മളിവിടെ വന്നിട്ട് കയറാം. അല്ല, അവൻ വന്നിട്ട് കയറുന്നല്ലേ മതി. ചേടാ, എല്ലാം മേശം കച്ചാരും കാലിയുടെ ഒരു എട്ടെണ്ണം വന്നിട്ടില്ല. എടാ, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ ആയാലോ? ഇപ്പൊ സമയം എത്രയായി? ഒരു ഉത്തരവാദിത്തമില്ല കേട്ടോ ഒരെണ്ണത്തിന്. ഇങ്ങോട്ട് വരാൻ അവിടെ നിൽക്കട്ടെ. ഇവിടെക്കുണ്ടാണോ അവിടെ? ഗുഡ് മോർണിംഗ് സാർ. സാർ സെക്രട്ടറി ആണോ? അല്ല, ഞാൻ ക്ലർക്കാ. ഇവിടുത്തെ സ്റ്റാഫാണ്. അതെ. ഇപ്പൊ സമയം എത്രയായി? നിങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ജോലിക്കാർ ഇപ്പോഴാണ് വരിക? ഞാനെപ്പോൾ വരണം, എപ്പോൾ പോകണം ഞാൻ തീരുമാനിക്കും. ഇയാളാരാ? അപ്പൊ ഞാൻ ഒരു കാര്യത്തിന് വന്നത്. കാര്യത്തിൽ വന്നാൽ കാര്യം നടത്തിയിട്ട് പോകാൻ നോക്കിയാൽ മതി. എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. എനിക്കറിയാം എപ്പോൾ വരണം എപ്പോൾ പോകണം. വല്ല കാര്യം എന്ത് വയറ് നിറഞ്ഞോ? എന്ത് വയറ് നിറഞ്ഞോന്ന് എന്തിനാവശ്യമില്ലാത്ത ചോദിക്കുന്ന ഓരോ കാര്യങ്ങള്. അവരാരാ? നമ്മുടെ സർവന്റാണ്. നമ്മുടെ നികുതിപ്പണം കൊണ്ട് നമ്മൾ ശമ്പളം കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് ജോലി ചെയ്യുന്നവര്. നമ്മൾ പ്രതികരിക്കാണ്ടിരുന്ന നമ്മളിങ്ങനെ സെർവന്റ് അതാണെന്നൊക്കെ പറഞ്ഞ് ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ നീങ്ങൂല, അവിടെ തന്നെ ഇരിക്കും. അതെങ്ങനെ? നിങ്ങൾ ഇത്ര നേരത്തെ എത്തിയാ? നീ 10 മണിക്ക് എത്താന്നല്ലേ പറഞ്ഞത്? ഇടേ, ഇത് സർക്കാർ ഓഫീസാണ്. ഇവിടെ വരുമ്പോ അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, നീ എത്ര മണിക്ക് ഓഫീസിൽ പോണത്? ഞാൻ 10:30 ആവും. 10:30. ഇവിടെ 10, 10, 11, 12 മണിയൊക്കെ ആവും. ഒരു പഞ്ചായത്ത് മെമ്പറല്ലേ? ഇങ്ങനെയൊക്കെ നേരം വഴുകി വരുമ്പോ ചോദിക്കേണ്ട ആളല്ലേ? അല്ലേ? ഇവരിങ്ങനെ നേരം വഴുകി വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? എല്ലായിടത്തും ഓരോരോ കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ്. ചിലർക്ക് നേരത്തെ വരും, ചിലർക്ക് താമസിക്കും. നമുക്ക് എന്താ ആവശ്യം? നമ്മൾ ആവശ്യം നടത്തിയിട്ട് പോവുക. അല്ല, ആവശ്യം നടത്തി വെച്ചാൽ പേപ്പറൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് സെക്രട്ടറി വന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കാമല്ലോ. കൊടുക്കാൻ സെക്രട്ടറി ഒരു 10, 11 മണിയാവും. അപ്പോൾ ഈ പേപ്പർസ് കൊണ്ടുവന്നാ ആധാരത്തിന്റെ കോപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന്റെ കരുതി രസീത് എല്ലാം ഉണ്ട്. അല്ല, ആധാർ കാർഡ് അതിന്റെ കോപ്പി, റേഷൻ കാർഡ് അതിന്റെ കോപ്പി,
റേഷൻ കാർഡ് കൊടുത്തില്ലേ? റേഷൻ കാർഡ് അതാണ് ഉത്തരവാദിത്തത്തിൽ എടുത്തിട്ടുണ്ടാവില്ല ഒരു പേപ്പർ. ആ അല്ല ഞാൻ പറയാൻ കാരണം ഒരു പേപ്പർ മുടങ്ങി കഴിഞ്ഞാൽ അവര് 10 വട്ടം നടത്തിക്കും. അതാ പറഞ്ഞത്. ID കാർഡിന്റെ കോപ്പി ഉണ്ടല്ലോ. എടാ എല്ലാം ഉണ്ട്. നീ ഇന്നലെ പറഞ്ഞ സാധനങ്ങൾ എല്ലാം ഉണ്ട്. അവിടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഞാനാണ് നോക്കി അടുക്കി വെച്ചിരിക്കുന്നത്. ഓക്കേടാ, എന്തിനാണ് ചോദിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരെണ്ണം വീണ്ടും പോണം. അതിനാണ് നന്നാളിയാ കറക്റ്റ് സംഭവം തന്നെ. നമുക്ക് സെക്രട്ടറി എവിടെ ഞാൻ നോക്കിട്ട് വരട്ടെ. ഞാൻ നോക്കിട്ട് അമ്മ അവിടെ നിൽക്കണം. അമ്മ ഇങ്ങനെ ആവേശം കാണിക്കല്ലേ? ഈ ഇരിക്കുന്നവരൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. നമ്മളെന്തിനാ ഇത്ര ചാടുന്ന ഇവിടെ ഇടി? നമ്മളെന്തിനാ ചാടുന്നതിന്? പക്ഷെ എന്തൊരു കഷ്ടത. അറിഞ്ഞെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് ലേറ്റ് അവിടെ അരമണിക്കൂറാവും. അതെന്താ? ഈ സെക്രട്ടറി എന്ന് പറയുന്ന ആള് ഇവിടുത്തെ മെയിൻ ഉദ്യോഗസ്ഥനല്ലേ? അയാൾ എന്തെങ്കിലും നേരം വഴുകി വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ സ്ഥിതി എന്താവും? ഇവിടുത്തെ ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടും. സെക്രട്ടറി വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ഈ വരുന്ന വഴിയിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സൈറ്റ് സന്ദർശിക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം വരുന്നത്. നമ്മുടെ ആവശ്യമാണ്. ആവശ്യക്കാരെ ഇവിടെ ഇരുന്നേ പറ്റൂ. അദ്ദേഹം വരുമ്പോൾ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമ്മൾ കാര്യം നേടിക്കൊണ്ട് പോവുക. അത്രേ ഉള്ളൂ. അല്ല നമ്മളിപ്പോ ഇവരുടെ ഒരു വിചാരമുണ്ട് ഇത് പഞ്ചായത്ത് നമുക്ക് വെറുതെ തരണാണെന്ന്. ഇത് സർക്കാർ നമുക്ക് അതിന് അമ്മാവിയാണ് ചാടേണ്ട കാര്യം തന്നെ. ഞാൻ എല്ലാ പേപ്പറും റെഡിയാക്കി കൊടുത്തല്ലേ. അമ്മാവ അതൊക്കെ നമുക്കറിയാം. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അത് ചെയ്ത് വെച്ചിരിക്കുക തന്നെയല്ലേ. ഇനിയിപ്പോ അതിനോട് സമയമുണ്ട്. ആ സമയം ആകുമ്പോൾ കൃത്യം ഒരു കാര്യം നടന്നോളും. വെറുതെ ഇവിടെ ബഹളം വെക്കണത്. നീ ആയിരത്തി കാര്യത്തിൽ സംസാരിക്കണ അമ്മാവൻ്റെ അടുത്താ. ഒന്നുമില്ലെങ്കിൽ 5 സെന്റ് വസ്തുവിന്റെ പக்கம் ചുമ്മാ എഴുതി കൊടുത്താണ്. ഇത്രയും വലിയൊരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം. അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെ ചുമ്മാ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. അല്ല അമ്മാവ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇക്കാലത്ത് ആര് ചെയ്യും? വേറെ ആരും ചെയ്യില്ല. സംഭവം ഈ കാലത്ത് ആരും അങ്ങനെ വെറുതെ 5 സെന്റ് സ്ഥലം ഒന്നും കൊടുക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്റെ പെങ്ങളുടെ കുട്ടികൾക്കുള്ള തന്നെ എന്റെ വിറ്റകാലം. ഞാനൊരു 5 സെന്റ് സ്ഥലം വെറുതെ കൊടുത്തിട്ട് അവൾ അതിലൊരു വീട് വെച്ച് ജീവിക്കുകയാണെങ്കിൽ അവളെ സുഖമായി ജീവിച്ചോട്ടെ. പിന്നെ ഇതിങ്ങനെ കൊട്ടി പൊട്ടിച്ചൊന്ന് പുറത്ത് പറയണം. എനിക്ക് മനസ്സിലായി. ഒരു കൈ കൊടുക്കണത് മറ്റു കൈ അറിയരുത് എന്നുള്ള പോളിസി കാരണമാണ്. ഇതിപ്പോ എന്റെ ഒരു സമാധാനം, എനിക്ക് അവളോടുള്ള ഒരു സ്നേഹം, അവളെ ഒറ്റയ്ക്ക് ഒരു വീട് വെച്ച് സന്തോഷമായി കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് കൊടുത്തു എന്ന് മാത്രം. ഇത് പുറത്ത് പറയണ എനിക്ക് ഇഷ്ടമല്ല. അതെ ശരി. നമുക്കൊരു കാര്യം ചെയ്യാം. ഓരോ ചായ കുടിച്ചിട്ട് വരാം. അപ്പം എല്ലാവരും വരും. നമ്മള് ചായ കുടിക്കാൻ പോണ സമയത്ത് സെക്രട്ടറി എങ്ങാനും വന്നാൽ ഇവരൊക്കെ മുമ്പ് കയറും. അപ്പൊ പിന്നെ നമ്മൾ പയ്യന്മാരകത്തോണ്ട് അമ്മ ഉടൻ വിളിച്ച് പറയും, എന്നെ വിളിച്ച് പറയാം. ഞാൻ പറഞ്ഞിട്ട് തന്നെ വന്നത്. വന്നോളൂ, വരണം. ഒരു ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാനുള്ള സമയം ഉണ്ടല്ലേ? കനക, നീ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം. അമ്മാവൻ ചെയ്തു തന്നൊരു വലിയ കാര്യമാണ്. എനിക്കതറിയാം. അങ്ങനെ പറയല്ലേ. അമ്മാവനത് ഇട്ടും ഇഷ്ടമല്ല വെളി പറയുന്നത്. അണ്ണാ ഒരു 4 ചായ. മാമന് മധുരം വേണ്ടല്ലേ? എന്താ എനിക്ക് മധുരമൊക്കെ ഉണ്ടായിക്കോട്ടെ. ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ. അപ്പോൾ നമ്മളൊരു ചായ കുടിച്ചിരുന്ന സമയത്ത് അങ്ങേരെ വരും. ഈ നമ്മുടെ പഞ്ചായത്തിലെ ജോലിക്കാരൊക്കെ ഇവിടുന്നാണ് സ്ഥിരം ചായ കുടിക്കണേ? അതല്ലേ? ഇവരൊക്കെ എന്ന് ഇതേപോലെ 10-11 മണിക്കൊക്കെ ഓഫീസിലേക്ക് വരികയല്ലേ? പറഞ്ഞു മാത്രമേ. മാമോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തെങ്കിലും നമ്മൾ വരുന്ന നമ്മളെ കാര്യം നോക്കുക, പോവുക. ഞാൻ ചായം എടുത്തു. കേക്കൊന്നും വേണ്ട. അതെ, എന്നെ മനസ്സിലായോ? ഞാൻ അഴകേശൻ. ഇത് പെങ്ങളുടെ മോളാണേ. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ട് 5 സെന്റ് ഭൂമി ഉണ്ടെങ്കിലേ 5 ലക്ഷം റുപ്യ വീട് വെക്കാൻ കൊടുക്കുന്നുണ്ട് ഇത്ര പഞ്ചായത്തിൽ നിന്ന്. ഇപ്പൊ ഇവൾക്ക് സ്ഥലമൊന്നും ഇല്ലല്ലോ. എൻ്റെ അടുത്താണെങ്കിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. ഞാനൊരു 5 സെന്റ് സ്ഥലം വെറുതെ ഇവൾക്ക് അങ്ങോട്ട് എഴുതി കൊടുത്തു. അതിന് വെച്ചിട്ട് അവൾക്ക് പഞ്ചായത്തിൽ നിന്ന് കാശ് ഇട്ട് വീട് വെക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, സുഖമായി ജീവിച്ചോട്ടെ. നമുക്ക് എന്താ? ഇവിടെ ആരെങ്കിലും ചോദിച്ചെന്തെങ്കിലും? അല്ല അതൊന്നും ഒന്നും ചോദിച്ചില്ലല്ലോ. അല്ല ഇപ്പൊ ഉള്ള കാര്യമില്ലേ. അതിപ്പോ മറ്റൊരു അറിഞ്ഞോണ്ട് ഇപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക്? ഒരു ചായയുടെ പറയട്ടാ? വേണ്ട, ഒരു ചായ മതി. അപ്പുറത്താണ് വന്നു തോന്നുന്നു. ഹലോ, സെക്രട്ടറി ആണോ? അല്ല. എന്തോന്നടി ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യണ്ടേ? ഇതാ വരുന്നേ. ആവശ്യം അവള് കാലിൽ ചൂടുള്ള എടുത്ത് ഒഴിച്ചെന്ന്. അയ്യോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. ചൂടാവണെന്തിനാ അവളെ കാലിൽ കൂടെ വെള്ളം വീണപ്പോ ഓടിച്ചല്ലേ? കൊച്ചു കുട്ടിയാ ചൂടാവണെന്ന് ചോദിക്കാൻ? 10-30 വയസ്സായില്ലേ? നീ പോയി കഴിഞ്ഞാൽ സെക്രട്ടറി കണ്ടേ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊന്നും പേടിക്കണ്ട, അവിടെ പോയാൽ മതി. കൊണ്ട കൊടുത്താൽ മതിയില്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചായയുടെ പൈസ അവൻ കൊടുത്തോളും. വേണ്ട കൊടുക്കാം. ശരി എന്നാ. അതെ, ആ ചായയുടെ പൈസ കൊടുക്ക്. വേറെ ചെലവൊന്നുമില്ലോ. 5 സെന്റ് സ്ഥലം ഞാനല്ലേ കൊടുത്തത്.
ഞാൻ തന്നെയല്ലേ അപ്പൊ കൊടുക്കുന്നത്. അത് കൊടുക്കുക, അതാ പറഞ്ഞത്. അത് കൊടുക്കാം, ചായ കുടിച്ച് തീർന്നോട്ടെ. ഒന്ന് വേഗം കുടിക്കേ, വേഗം പോകണ്ട. ഇനിയപ്പോൾ അവിടെ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പിന്നിലേക്ക് ഉണ്ട് വരുമ്പോൾ. അതൊന്നുമില്ല, അതെല്ലാം അമ്പിളിക്കുട്ടൻ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാറ് വന്നാണ് ആദ്യം നമ്മളെയാണ് കാണുന്നത്. ഞാൻ എത്ര പഞ്ചായത്ത് മെമ്പർമാരും നേതാക്കന്മാരും കണ്ടിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ പറയും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നേതാക്കളെ അറിയില്ല, മെമ്പർമാരെ അറിയില്ല. ഇത് മറ്റേ പശുവും പാലാണോ അതോ മറ്റേ കവറിൽ വരുന്ന പാലാണോ? റബ്ബറും പാല്, നല്ല പാല. ആ, ഇത് മറ്റേ മുന്നാധാരം എടുത്തിട്ടില്ലേ? അല്ല, അതവിടെ കാണിക്കേണ്ടി വരും, അതാ പറഞ്ഞു. അമ്മ അവ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ അവിടെ വെച്ച്. എടാ, പഞ്ചായത്തിലെ സ്ഥിതി കണക്കറിയില്ല. എല്ലാ പേപ്പർ കൊണ്ടായാലും അവർ മറച്ചോക്കിയിട്ട് അവസാനം പറയും എവിടെ ആധാർ കാർഡ് ചോദിക്കും. ഇതിപ്പോ അങ്ങനെയൊന്നും വരത്തില്ല. അങ്ങനെ നടത്തിക്കാതിരിക്കാനല്ലോ അമ്പിളിക്കുട്ടൻ വിളിച്ച് പറഞ്ഞേക്കുന്നത്. നമ്മൾ ആളില്ലാതെ പോകുന്നില്ലല്ലോ. കാര്യത്തിനൊക്കെ ഒരുപാട് പോയിട്ടില്ല. ഞാൻ എന്നെ പഠിപ്പിക്കണ്ട. എല്ലാം എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ചെന്ന് എന്റെ സ്വഭാവം മാറും. ആ എല്ലാം ഇനി നീ വേണം കണ്ടറിഞ്ഞ് ചെയ്യാം. വേണ്ട കാര്യം ഞാൻ അങ്ങോട്ട് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. അല്ല, പറഞ്ഞു എന്ന് മാത്രം. ഈ 5 സെന്റ് ഭൂമി മാത്രമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് വീട് വെക്കാൻ പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപ കൊടുക്കണം. 600 സ്ക്വയർ ഫീറ്റ് വീട് പാടുള്ളൂ. ഇത് തന്നെ 4 ഗഡുക്കളായിട്ട് കൊടുക്കണം. ആദ്യം തറയ്ക്കൊരു ഗഡു, പിന്നെ ചവരിനൊരു ഗഡു, പിന്നെ വാർപ്പിനൊരു ഗഡു, പിന്നെ ഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഗഡു. ഇത് ഇവിടുന്ന് പാസ്സാക്കിയ നിയമമല്ലേ? നിങ്ങൾ പാസ്സാക്കിയല്ലോ. നിയമം എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. പറയും. ഇതിൽ പറയുന്ന ഒരു അഴകേശൻ ഞാനാണ്. ശരി. അത് ചീരത്തോട്ടം. അതെ, ചീരത്തോട്ടം എന്റെയാണ്. എനിക്ക് 50 സെന്റ് ചീരത്തോട്ടം ഉണ്ട്. അതിൽ ഒരു 5 സെന്റാണ് ഞാൻ അവൾക്ക് വെറുതെ കൊടുത്തത്. അതുകൊണ്ട് വീട് വെച്ച് ജീവിച്ചോട്ടെ. ഇതിന്റെ വടക്ക് ഭാഗത്തുള്ള വാഴത്തോപ്പ് രാമേന്ദ്രൻ. ആ, അതെ, രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു തെണ്ടിയുടെയാണ് ആ വാഴത്തോട്ടം. ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാണല്ലോ, അവൻ ആരറിയോ? എന്റെ തോട്ടത്തിലെ കൂലിക്ക് വേല ചെയ്തോണ്ടിരുന്നവനാണ് അവൻ. അന്ന് അവനെ അഴകേശേട്ടാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നിന്നിരുന്നു. അവന്റെ മകൻ അമേരിക്കയിലെ പോയി കള്ളക്കടത്തൊക്കെ നടത്തിയിട്ട് കോടീശ്വരനായി. അപ്പൊ എന്റെ തോട്ടത്തിന്റെ തൊട്ടപ്പുറത്ത് ശങ്കരൻ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ വാഴത്തോട്ടം വിലക്ക് വാങ്ങി. അന്ന് തുടങ്ങിയതാണ് അവന് ആ അഹങ്കാരനോട്. എന്നെ പുറത്തിയടിക്കാൻ വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തു എന്നറിയോ? എന്റെ ചീരത്തോട്ടത്തിലേക്കും അവനും ഒപ്പുണ്ടായിരുന്ന വെള്ളം എടുക്കാൻ പറ്റിയൊരു കുളം, ആ വെള്ളം അവൻ തടുത്തു. ആ തെണ്ടി എന്നോടെ കളി. ഞാൻ നിൽക്കൂ സാറേ, ഞാനും ഇവനും ഇവളുടെ ഭർത്താവും കൂടി അവിടെ ചെന്നിട്ട് അവൻ ഒരു പാഠം പഠിപ്പിച്ചതാ. പക്ഷെ അവൻ അങ്ങനെ ഞാൻ വെറുതെ വിടൊന്നുമില്ല. അന്ന് അവൻ ഒന്നൊതുങ്ങി, ഇപ്പൊ വീണ്ടും വന്നിരിക്കുക അവൻ. സാറ് പുറത്ത് പറയില്ല എന്നറിയാം. സാറോട് ഞാനൊരു സത്യം പറയാം. അവനെ പുകച്ച് പുറത്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ വീടിനോട് ചേർന്ന് ചീരത്തോട്ടത്തു നിന്ന് 5 സെന്റ് സ്ഥലം ഞാൻ ഇവൾക്ക് എഴുതി കൊടുത്തത്. ഏത്? ഇവളവിടെ 5 സെന്റ് സ്ഥലത്ത് വീട് വെച്ചിരുന്നാൽ അവൻ ഒരു കേസും കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവനെ പുകച്ച് പുറത്ത് അടിക്കാൻ ഇവിടെ ഏതാ മോള്? ഇവിടെ അറിയോ? അവിൽദാറിന്റെ മോളാ, നല്ല ചങ്കൂറ്റുള്ള കുട്ടിയാ. ഇവൾ അവനെ പുറത്ത് അടിക്കാൻ അവന്റെ മുറ്റത്തേക്ക് മീൻ കഴുകിയ വെള്ളം ഒഴിക്കും, വേസ്റ്റ് മുഴുവൻ അവിടെ കൊണ്ടിടും. അങ്ങനെ പൊറുതി മുട്ടിച്ച് അവൻ അവിടുന്ന് പുറത്ത് അടിക്കും. ഇല്ലേ മോളെ? എന്റെ അമ്മാവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാനും എൻ്റെ അമ്മാവന് വേണ്ടി എന്തും ചെയ്യും. വേണം, ചെയ്യണം. എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഈ നിലയിലെത്തിയ അമ്മാവന് വേണ്ടി എനിക്കും എന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്യണം. അമ്മാമൻ ചോദിച്ചാൽ എന്തും ചെയ്തു കൊടുക്കണം. എൻ്റെ അമ്മാവന്റെ പേരറിയാമോ? ഇല്ല. രാമചന്ദ്രൻ. ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ചീരത്തോട്ടത്തിന്റെ അപ്പുറത്തെ വാഴത്തോപ്പിന്റെ ഉടമസ്ഥൻ. അപ്പോഴേ ഞാൻ തന്നെ നോക്കി നടക്കുകയായിരുന്നു. ഞാൻ ഈ ഫയൽ ക്ലോസ് ചെയ്യുക. അല്ല, തനിക്ക് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ താനും തുറപ്പിക്കും, ഒന്ന് കാണണ്ടേ? Alien versus Alien.